ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വയനാട്ടിലെ ടൂറിൻ്റെ 2ാം ദിവസമാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മളെല്ലാവരും റെഡിയായി ഫുഡൊക്കെ കഴിച്ച് നേരെ വണ്ടിയെ കയറി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി വിട്ടു. ഇനി നമ്മൾ നേരെ നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ വന്നത് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങി, നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ട് കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, നല്ല മലയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ കാണാം. മലയും മരങ്ങളും ഒക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇവിടെ. നമ്മൾ വന്നത് കുറച്ച് താമസിച്ചായിരുന്നു. നമുക്ക് മുമ്പേ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ഇവിടെ എത്തിയായിരുന്നു. കണ്ടോ, പിന്നെ ഇവിടെ വെള്ളം നല്ല കുറവായിരുന്നു. വെള്ളം കണ്ടോ, നല്ല കുറവായിരുന്നു. അത്ര വെള്ളച്ചാട്ടമായിട്ടൊന്നും ഇല്ലായിരുന്നു. വെള്ളം കുറവായിരുന്നെങ്കിലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മേലോട്ട് കയറിയ കുറച്ച് സ്ഥലമൊക്കെ കാണാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇവിടെ സ്റ്റെപ്പ് പോലെ കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ഞങ്ങൾ മേളിൽ കയറി. അത് കഴിഞ്ഞ് നമുക്കൊരു പാറയുടെ മണ്ടയ്ക്കൂടൊക്കെ കയറണമായിരുന്നു. നല്ല കുത്തനെയുള്ളൊരു പാറയായിരുന്നു. റോപ്പ് വഴിയാണ് ഞങ്ങൾ കയറിയത്. കണ്ടോ, റോപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെയാണ് ഞങ്ങൾ കയറിയത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ലെന്ന്, പക്ഷേ ഞങ്ങൾ കയറി. എന്നിട്ട് അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തതാണിത്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ ഏറ്റവും മേളിൽ വരുമ്പോഴുള്ള സ്ഥലം. ഇവിടെ നമുക്കിങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ കെട്ടിയതും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ മരത്തിൻ്റെ കമ്പി പോലൊക്കെ ഉള്ളതും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും നമ്മൾ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് എല്ലാവരും കുറേ നേരം ഊഞ്ഞാലാടി. അവിടെയൊക്കെ കുറേ നേരം നിന്ന്. അവിടെ പിന്നെ ഒത്തിരി ഊഞ്ഞാലുണ്ടായിരുന്നു. ഇങ്ങനത്തെ കണ്ടോ, പല ടൈപ്പിലെ ഊഞ്ഞാലുണ്ടായിരുന്നു. എല്ലാവരും എല്ലാത്തിലും ഒക്കെ ഇരുന്ന് ആടി, എല്ലാവരും ഊഞ്ഞാലാടി. അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം നിന്നതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാലേ നമുക്ക് ബസ്സിൻ്റെ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും അവിടെ കുറേ നേരം നിന്നതിന് ശേഷം നേരെ ബസ്സിൽ കയറി. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ബസ് നിർത്തി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാണാസുര ഡാമാണ്. അതായിരുന്നു നമ്മൾ അടുത്തായിട്ട് പോയ സ്ഥലം. അങ്ങനെ അതെ, ബാണാസുര ഡാം. അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പിലൊക്കെ കയറി മേളിലെത്തി. ഇവിടെയും വെള്ളം വളരെ കുറവായിരുന്നു. എന്നാലും അവിടെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, പോകുന്ന ബോട്ട്. വെള്ളം നല്ല കുറവായിരുന്നു. പിന്നെ നല്ല കാറ്റായിരുന്നു അവിടെ ഇരുന്നപ്പോൾ. അവിടെ നല്ല കാറ്റായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ബോട്ടിങ്ങിന് നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാനായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു. ആ ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല കാറ്റായിരുന്നു. കണ്ടോ, നല്ല കാറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ആദ്യം നമ്മൾ നേരെ അവിടുന്ന് ബസ് വിട്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പം രാത്രിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അത് കഴിഞ്ഞ് നമ്മൾ കുറേ പാട്ടൊക്കെ ഇട്ടിരുന്നു. തുള്ളി പിന്നെ നമ്മൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വയനാട്ടിലെ ടൂറ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.